നമസ്കാരം. ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ഡൈജസ്റ്റീവ് സിസ്റ്റം S8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം നമ്മുടെ ഡൈജഷൻ എന്ന പ്രോസസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന ടോപ്പിക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഒന്നുകൂടെ ഒരു വൈൻഡ് അപ്പ് ആവാം, ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ രണ്ട് പാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർഗൻസ് ദാറ്റ് മേക്കപ്പ് ദ എലിമെന്ററി കനാൽ ആൻഡ് ആക്സറി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. ഓർഗൻസ് ദാറ്റ് മേക്കപ്പ് ദ എലിമെന്ററി കനാലിനകത്ത് മൗത്ത് ഉണ്ട്, ഓറൽ ക്യാവിറ്റി ഉണ്ട്. ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റി വിച്ച് ഇൻക്ലൂഡ് ടങ് ആൻഡ് ടീത്ത്. ടങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടങ്ങിനകത്ത് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, ഡിഫറെന്റ് ഫോംസ് ഓഫ് പാപ്പില ഉണ്ട്, ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സ്വീറ്റ്, സോർ, സോൾട്ട്, ബിറ്റർ, ഉമാമി, ഒലിയോഗസ്റ്റസ് ഉണ്ട്. അത് ടീത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്, ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മോളാസ്. നമ്മുടെ ഡെന്റീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഡെന്റീഷൻ ഇസ് സെറ്റ് ടു ബി ഹെട്രോഡോൺ, ഡിഫിയോഡോൺ, തീക്കോഡോൺ. അവിടെ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മള് ഫുഡ് മിക്സസ് വിത്ത് സലൈവ അല്ലെ, സലൈവ ആയിട്ട് മിക്സ് ചെയ്യും. ദർ ആർ 3 types of salivary glands: parotid gland, sublingual, submaxillary or submandibular. അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈസോഫാഗസ് ആയി, ഫാരിങ്സ് ആയി, ഫാരിങ്സ്, ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക്. പെരിസ്റ്റാൾസിസ് വഴി താഴോട്ട് വന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൊമക് എത്തി കഴിഞ്ഞാൽ കാർഡിയാക് സ്റ്റൊമക്, ഫണ്ടിക് സ്റ്റൊമക്, പൈലോറിക് സ്റ്റൊമക്. നമ്മള് ബോഡിയും കൂടെ പറയണം. അപ്പൊ 4 പാർട്ടാണ് സ്റ്റൊമക്കിനുള്ളത്. അപ്പൊ സ്റ്റൊമക്കില് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കും, അതിനകത്ത് പെപ്സിൻ ഉണ്ട്, ഒക്കെ നമുക്കറിയാം. HCl ഉണ്ട്, മ്യൂക്കസ് നെക്ക് സെൽസ്, പെപ്റ്റിക് സെൽസ്, ഓക്സിൻറ്റിക് സെൽസ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് അതിനകത്തുള്ള. ഗ്യാസ്ട്രിക് ടിഷ്യൂസ് ആണ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ് സെക്രീഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്ന സെക്രീഷൻസ് ആണ് ഫുഡിനെ ചേണിങ് മൂവ്മെന്റ് നടത്തുന്നത് അല്ലെ. നന്നായിട്ട് ഫുഡ് കടഞ്ഞെടുത്ത് ഫുഡിനെ കൈമാക്കി മാറ്റും. അത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ വരുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്റ്റൈനകത്ത് 3 പാർട്ടാണ്: ഡിയോഡനം, ജെജുനം, ഇലിയം. അപ്പൊ ഡിയോഡനം, ജെജുനം, ഇലിയം ഒക്കെ നമുക്ക് അറിയാം. അത് കഴിഞ്ഞാൽ ലാർജ് ഇൻഡസ്റ്റൈൻ ആയി. ലാർജ് ഇൻഡസ്റ്റൈൻ ആകുമ്പോഴേക്കും ലാർജ് ഇൻഡസ്റ്റൈനകത്ത് സീക്കം, കോളൻ, റെക്ടം. ഈ സ്മോൾ ഇൻഡസ്റ്റൈനകത്ത് ഡിയോഡനം, ജെജുനം, ഇലിയം. ഇൻഡസ്റ്റൈന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഇൻഡസ്റ്റൈൻ ആണ് നമ്മുടെ ബൈലിനെ റിസീവ് ചെയ്യുന്നതും പാൻക്രിയാറ്റിക് ജ്യൂസിനെ റിസീവ് ചെയ്യുന്നതും. അപ്പൊ ഇൻഡസ്റ്റൈനകത്ത് ഇൻഡസ്റ്റൈന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ആക്ഷൻ അല്ല, ഇൻഡസ്റ്റൈനൽ ജ്യൂസിന്റെ മാത്രം ആക്ഷൻ അല്ല. ശരിക്കും പറഞ്ഞാല് ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും എല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് നമ്മൾ ഇൻഡസ്റ്റൈനിൽ വർക്ക് ചെയ്യാൻ വിടുന്നത്. അത് കഴിയുമ്പോഴാണ് ലാർജ് ഇൻഡസ്റ്റൈൻ. ലാർജ് ഇൻഡസ്റ്റൈൻ ആകുമ്പോഴേക്കും ഡൈജഷൻ ഫുള്ള് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള വാട്ടർ മോളിക്യൂൾസിനെയും ഇലക്ട്രോലൈറ്റ്സിനെയൊക്കെ റീഅബ്സോർബ് ചെയ്ത് അബ്സോർപ്ഷൻ നടത്തി നമ്മൾ ഫീക്കൽ മാറ്റർ ആക്കി രക്തത്തിനകത്ത് ടെമ്പററി ആയി സ്റ്റോർ ചെയ്ത് ഏനസ് വഴി പുറത്തേക്ക് വിടും. ഇത്രയും കാര്യങ്ങളാണ് ഡൈജഷനുള്ള പ്രോസസ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ആക്സറി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിനകത്ത് പഠിക്കുന്ന ഗ്ലാൻഡ്സ് ആണ്. ഒന്ന് സലൈവറി ഗ്ലാൻഡ് തുടങ്ങും, സലൈവറി ഗ്ലാൻഡ്. അത് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, അത് കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ്സ്, അത് കഴിഞ്ഞാൽ പാൻക്രിയാസിന്റെ കാര്യം പഠിക്കും, ലിവറിന്റെ കാര്യം പഠിക്കും, ക്രിപ്സ് ഓഫ് ലിബർക്വിൻ പഠിക്കും, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആക്സറി ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിന്റെ കാര്യത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്രയൊക്കെ ഭാഗങ്ങളുണ്ട്, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഫുഡിൽ നിങ്ങൾക്ക് ഡൈജഷൻ എന്ന പ്രോസസ്സ് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു 5 പ്രോസസ്സാണ് നടക്കുന്നത്. ഇൻജഷൻ, ഇൻടേക്ക് ഓഫ് ഫുഡ്. രണ്ടാമത്തെ ഡൈജഷൻ. മൂന്നാമത്തത് അബ്സോർപ്ഷൻ. നാലാമത്തെ അസിമിലേഷൻ. അഞ്ചാമത്തെ ഇജഷൻ. ഇത്രയും പ്രോസസ്സിനാണ് മൗത്ത് ടു ഏനസ് അല്ലെങ്കിൽ എലിമെന്ററി കനാലിന്റെ ഗട്ടിന്റെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ടിന്റെ ഭാഗങ്ങളൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. ഈ 5 പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്ന ഒരു പ്രോസസ്സാണ് ഡൈജഷൻ. ആ ഡൈജഷൻ എന്ന് പറയാൻ അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ് നമുക്ക് പറയാം. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ അബ്സോർബിൾ ഫോം ആക്കുന്നു, അല്ലെങ്കിൽ പ്രോട്ടീനെ ആക്കുന്നു, ഫാറ്റിനെ ആക്കുന്നു. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മോണോസാക്കറൈഡ് ആക്കുന്നു, പ്രോട്ടീൻ ആണെങ്കിൽ അമിനോ ആസിഡ്സ് ആക്കുന്നു, ഫാറ്റ് ആണെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങള് പ്രോട്ടീന്റെ, കാർബോഹൈഡ്രേറ്റിന്റെ, ഫാറ്റിന്റെ ഒക്കെ ഡൈജഷൻ നടക്കണം നമ്മുടെ ബോഡിയിൽ. ഈ ഡൈജഷൻ എങ്ങനെയാണെന്ന് വളരെ ബ്രീഫ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കുന്നത്, അത് എവിടെയാണ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കുന്നത് എന്നുള്ളത്. ഇതിൽ 2 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, എവിടെയാണ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രോട്ടീന്റെ, എവിടെയാണ് ഫാറ്റിന്റെ, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജഷൻ, ഫാറ്റ് ഡൈജഷൻ, കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ മുഴുവനായിട്ടും അറിയണം. അപ്പൊ ഇത് 2 കാര്യങ്ങൾ, അതായത് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്നത് മൗത്ത് മുതൽ സ്മോൾ ഇൻഡസ്റ്റൈൻ വരെ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഫാറ്റ് ഡൈജഷൻ സഹായിക്കുന്ന മൗത്ത് മുതൽ സ്മോൾ ഇൻഡസ്റ്റൈൻ വരെ ആരൊക്കെയാണ്, ഇതിൽ ചില ഡൈജഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്,
എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. വളരെ ബ്രീഫായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ടുകളും ആവശ്യമുള്ള ക്ലാസ്സും ആണ് ഈ 8 സെഷനിലായിട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ 8 സെഷനിലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം എന്നോടൊപ്പം തന്നെ പഠിച്ചു പോവുക, പെൻഡിങ് വെക്കരുത്. അന്നുള്ള ക്ലാസ്സുകൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റം വൈൻഡ് അപ്പ് ചെയ്യുന്ന സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ഡൈജഷൻ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതുമല്ലെങ്കിൽ അലിമെന്ററി കനാൽ, അതുമല്ലെങ്കിൽ ഗട്ട്, ഇതൊക്കെ ഒന്നാന്ന് നമുക്കറിയാം അല്ലെ. ഇതിന്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൗത്ത് മുതൽ ഏനസ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെ ഏതൊക്കെ ഗ്ലാൻസ് ആണ് ഈ ഡൈജഷൻ എന്ന പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോ പാർട്ടും എത്രത്തോളം സ്യൂട്ടബിൾ ആണ് ഡൈജഷൻ എന്ന പ്രോസസ്സിന്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തൊട്ടിട്ട് ഇഞ്ചക്ഷൻ വരെയുള്ള പ്രോസസ്സിന് ഡൈജസ്റ്റീവ് ഗ്ലാൻസിന്റെ ഓരോ ഭാഗങ്ങളും എത്രത്തോളം സ്യൂട്ടബിൾ ആണ്. ഇൻടേക്ക് ഓഫ് ഫുഡ് തൊട്ടിട്ട് ഡെഫിക്കേഷൻ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന വരെയുള്ള പ്രോസസ്സിന് ഓരോ പാർട്ടും എത്രത്തോളം സ്യൂട്ടബിൾ ആണ് നമുക്കറിയാം. The gastrointestinal tract, also called the digestive tract, alimentary canal or gut, is the system of organs within multicellular organism that takes in food, digests it to extract energy and nutrients, and expels the remaining waste. First part of the digestion, നമ്മൾ പറയാറുണ്ടെങ്കിലും ഡൈജഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻജക്ഷൻ ആണ്, ഇൻടേക്ക് ഓഫ് ഫുഡ് ആണ്. ഇൻടേക്ക് ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് അകത്തേക്ക് കഴിക്കുമ്പോൾ അതിനെ പല്ലുകൊണ്ട് കട്ട് ചെയ്യുന്നു, ടിയർ ചെയ്യുന്നു, ചൂ ചെയ്യുന്നു അല്ലെ. ഇൻസിസേഴ്സ് കട്ട് ദ ഫുഡ്, കനൈൻസ് ടിയർ ദ ഫുഡ്, ആൻഡ് പ്രീമോളാസ് ആൻഡ് മോളാസ് ചൂ ദ ഫുഡ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് പർപ്പസസ് ചെയ്യുന്ന ടീത്ത് നമ്മളെ ഫുഡിനെ ടിയർ ചെയ്ത്, കട്ട് ചെയ്ത്, ഗ്രൈൻഡ് ചെയ്ത്, ചൂ ചെയ്തൊക്കെ ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തിക്കും. അങ്ങനെ വരുന്ന ആ ഫുഡിനെ നമ്മുടെ സലൈവ, ഇറ്റ് മിക്സസ് വിത്ത് ദ സലൈവ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സലൈവറി ഗ്ലാൻഡ്സ്. There are 3 types of salivary glands, അല്ലെങ്കിൽ 3 pairs of salivary glands: parotid gland, sublingual, submaxillary or submandibular. ഈ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവയായിട്ട് മിക്സ് ചെയ്ത് ഫുഡ്, ആ പ്രോസസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്, ഇൻടേക്ക് ഓഫ് ഫുഡ്. അവിടെ നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് പറയുമ്പോൾ ഞാൻ പറയാം, സലൈവറി ഗ്ലാൻഡിന്റെ പൊസിഷൻ പഠിക്കണം, സലൈവറി ഗ്ലാൻഡിന്റെ ഡക്റ്റുകൾ എന്താന്ന് പഠിക്കണം. സലൈവറി ഗ്ലാൻഡ്സ് ആർ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഓർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ്. അപ്പൊ സലൈവറി ഗ്ലാൻഡ്സിന്റെ ഡക്റ്റ് എന്തൊക്കെയാണ്, സലൈവറി ഗ്ലാൻഡിന്റെ പൊസിഷൻ എവിടെയാണെന്ന് പഠിച്ചോളാം. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡൈജഷൻ. ഡൈജഷനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, മെക്കാനിക്കൽ ഫേസും കെമിക്കൽ ഫേസും. മെക്കാനിക്കൽ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചവയ്ക്കല്, പെരിസ്റ്റാൾസ് വഴി തള്ളി താഴത്തേക്ക് ആക്കൽ, അതൊക്കെയാണ് മെക്കാനിക്കൽ ഫേസിൽ പെടുന്നത്. മെക്കാനിക്കൽ ഫേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഫുഡ് ഈസ് കട്ട് ആൻഡ് chew into small pieces with our teeth. Saliva produced from 3 pairs of salivary glands moisten the food. The tongue mixes the food with the saliva. The back of the tongue mixes the food with the saliva, and back of the tongue secrete mucus which make the food easier to swallow. അപ്പൊ നമ്മുടെ ഫുഡിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പെരിസ്റ്റാൾസ് നടത്താനായിട്ടുള്ള പാകത്തിന്, വിഴുങ്ങാനുള്ള പാകത്തിന് ഡെഗ്ലൂട്ടിഷൻ അല്ലെങ്കിൽ swallowing, ഡെഗ്ലൂട്ടിഷൻ നടത്താനുള്ള പാകത്തിന് അല്ലെങ്കിൽ swallowing നടത്താനുള്ള പാകത്തിന് മ്യൂക്കസുമായിട്ട് മിക്സ് ചെയ്യുന്നു. The food tube churns and mixes the food with digestive juices in the stomach and small intestine. When the body takes in harmful substances, peristalsis in the reverse direction helps to protect our body by causing us to vomit. നമ്മളെ വേണ്ടാത്ത സാധനങ്ങൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് കളയാനായിട്ട് നമ്മുടെ ബോഡി വോമിറ്റ് ചെയ്ത് കളയാറുണ്ട്. അപ്പൊ അതും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ വായിച്ചത് കേട്ടോ. ഇനി കെമിക്കൽ ഫേസസ് ഓഫ് ഡൈജഷൻ. എന്താണ് കെമിക്കൽ ഫേസസ്? കെമിക്കൽ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കെമിക്കൽസ് അല്ലെങ്കിൽ എൻസൈംസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഡൈജഷൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് എവിടെ വെച്ച് തുടങ്ങും എന്ന് ചോദിച്ചാൽ മൗത്തിൽ തന്നെ തുടങ്ങും. അപ്പൊ നമ്മുടെ ഫുഡിന്റെ കോമ്പോസിഷൻ അനുസരിച്ച് അത് പ്രോട്ടീൻ ആണോ, ഫാറ്റ് ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനെ സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റും. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സ് ആയിട്ട് മാറ്റും. പ്രോട്ടീൻസ് ആണെങ്കിൽ അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റും. ഫാറ്റ് ആണെങ്കിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ മാറ്റും. അപ്പൊ അതിന്റെ സിമ്പിൾ അബ്സോർബിൾ ഫോമിലാക്കുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ ഫേസ് ഓഫ് ഡൈജഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഫേസ് ഓഫ് ഡൈജഷൻ എന്ന് പറയുന്നത് എൻസൈംസിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. തുടങ്ങാം നമുക്ക്. സലൈവ കണ്ടെയ്ൻ എ സ്റ്റാർച്ച് ഡൈജസ്റ്റിംഗ് എൻസൈം നോൺ ആസ് സലൈവറി അമിലേസ്. സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ്
സലേവറി അമിലേസ് അല്ലെങ്കിൽ ടയാലിൻ എന്ന് പറയുന്നത്. സലേവറി അമിലേസ് അല്ലെങ്കിൽ ടയാലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തോളൂ ആ പേര്, സലേവറി അമിലേസ്. നമ്മുടെ സലൈവ കണ്ടെയ്ൻ ആൻ എൻസൈം നോൺ ആസ് സലേവറി അമിലേസ് ഓർ ടയാലിൻ വിച്ച് ഈസ് എ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണ് സലൈവയിലുള്ള സലേവറി അമിലേസ് അല്ലെങ്കിൽ ടയാലിൻ. അപ്പൊ നമ്മുടെ മൗത്തിൽ വെച്ച് തന്നെ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്തിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മൗത്തിൽ വെച്ച് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഫുൾ കാർബോഹൈഡ്രേറ്റില ഒരു പെർസെന്റേജ് കാർബൺ ഡൈ ഓക്സൈഡ്, കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഡൈജസ്റ്റ് ചെയ്യും. അത് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും. സ്റ്റാർച്ചിനെ അമൈലമാക്കും. ഡബിൾ ഷുഗർ ആണ് മാൾട്ടോസിന്റെ. ഈ മാൾട്ടോസ് അമൈലം വീണ്ടും മാൾട്ടോസ് ആവുന്നത് മാൾട്ടേസിന്റെ സഹായത്തോടെയാണ്. നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയലിൽ മാൾട്ടേസ് ഉണ്ട്. ആ മാൾട്ടേസ് ആണ് മാൾട്ടോസിനെ സിമ്പിൾ ഷുഗർ ആക്കി അല്ലെങ്കിൽ മാൾട്ടോസിനെ സിമ്പിൾ ഷുഗർ ആക്കി മാറ്റുന്നു. അപ്പൊ നമ്മുടെ അതിനകത്ത് സലൈവറി അമിലേസ് ഉണ്ട്, ടയാലിൻ ഉണ്ട്. ടയാലിൻ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, മാൾട്ടേസ് ആക്ട് ചെയ്തിട്ടാണ് അതിനെ പിന്നെയും സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആക്കി മാറ്റുന്നത്. അപ്പൊ മൗത്തിൽ നടക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചിന്റെ അല്ലെങ്കിൽ സലൈവറി അമിലേസിന്റെ സഹായത്തോടുകൂടി സ്റ്റാർച്ചിന്റെ കൺവേർഷൻ ആണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ എവിടെയാണ് തുടങ്ങുന്നത്? മൗത്തിലാണ്. ഇനി എവിടെയെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് പാൻക്രിയാസിലും കൂടെ ഉണ്ട്. പാൻക്രിയാസിലുള്ളതും അമൈലേസ് ആണ്. അപ്പൊ നിങ്ങൾ അമൈലേസ് എന്ന വാക്ക് എവിടെ കേട്ടാലും നിങ്ങൾ ഓർത്തോളുക, അമൈലേസ് എന്ന വാക്ക് എവിടെ കേട്ടാലും അത് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. പാൻക്രിയാറ്റിക് അമിലേസ് അല്ലെങ്കിൽ അമൈലോപ്സിൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ സലേവറി അമിലേസിനെ ടയാലിൻ എന്ന് വിളിച്ച പോലെ പാൻക്രിയാറ്റിക് അമിലേസിനെ അമൈലോപ്സിൻ എന്ന് വിളിക്കും. അമൈലോപ്സിൻ എന്താ ചെയ്യുന്നത്? അമൈലോപ്സിനും സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു. അപ്പൊ അമിലേസ് എവിടെ ഉണ്ടെങ്കിലും അമിലേസ് കൺവേർട്ട് സ്റ്റാർച്ച് ടു മാൾട്ടോസ്. അപ്പൊ അമിലേസ് എവിടെയൊക്കെ ഉണ്ട്? അമിലേസ് ഉള്ളത് നമ്മുടെ മൗത്തിലും ഉണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസിലും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന് സലൈവറി അമിലേസ് ഓർ ടയാലിൻ. സലൈവറി അമിലേസ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ടയാലിൻ എന്നായിരിക്കും ആ പേര് പഠിക്കണം. അതുപോലെ പാൻക്രിയാറ്റിക് അമിലേസ് എന്നില്ല എന്നുണ്ടെങ്കിൽ അമൈലോപ്സിൻ ആയിരിക്കും, അതും പഠിക്കണം. നമ്മളൊരു പിടി ചോറെടുത്തിട്ട് വായിലിട്ട് കറികളൊന്നും മിക്സ് ചെയ്യാതെ വായിലിട്ട് ചവയ്ക്കുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് മധുരം തോന്നും. ആ മധുരം തോന്നാനുള്ള കാരണം ചോറിലുള്ളത് സ്റ്റാർച്ചും നമ്മൾ മധുരം തോന്നിക്കുന്നത് മാൾട്ടോസിന്റെ ഫോർമേഷനും കൊണ്ടാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ചോറ് സലൈവയായിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് സലൈവറി അമിലേസ് ആക്ട് ചെയ്ത് ആ ചോറിലുള്ള സ്റ്റാർച്ചിനെ ഷുഗർ ആയ മാൾട്ടോസ് ആക്കി മാറ്റുന്നതുകൊണ്ടാണ് നമുക്ക് മധുരം തോന്നുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്ത സ്മോൾ ഇൻഡസ്ട്രിയൽ ധാരാളം ഗ്ലാൻസ് ഉണ്ട് അല്ലെ? നമ്മൾ കുറെ ഇടത്തിലേക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന പെപ്റ്റിക് ഗ്ലാൻസ് അല്ലെങ്കിൽ പെപ്റ്റിക് സെൽസ് സെക്രീറ്റ് പെപ്സിനോജൻ, HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പഠിക്കാം. സ്മോൾ ഇൻഡസ്ട്രിയിലുള്ളത് numerous glands along its inner wall. These glands secrete a digestive fluid called intestinal juice which contains several enzymes. Among them are carbohydrates which help to digest double sugars. For example, the enzyme sucrase changes cane sugar or sucrose into simple sugars. അതായത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലും കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ സഹായിക്കുന്ന എൻസൈംസ് ഉണ്ട്. എൻസൈം എന്ന് പറഞ്ഞാൽ മാൾട്ടേസ് ഉണ്ട്, സൂക്രേസ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള ഡൈജഷൻ മുഴുവൻ നടക്കുന്നത്, കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ മുഴുവൻ നടക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഷുഗർ ആക്കി മാറ്റുന്ന സൂക്രേസ് വിച്ച് ആക്ട് ഓൺ സൂക്രോസ്, മാൾട്ടേസ് വിച്ച് ആക്ട് ഓൺ മാൾട്ടോസ്, ഇതൊക്കെ ഉള്ളത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. ഇനി എന്താണ് പ്രോട്ടീൻ ഡൈജഷൻ? പ്രോട്ടീൻ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. കെമിക്കൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മൗത്തിലല്ല പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൊമക്കിലാണ്. സ്റ്റൊമക്കില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഉണ്ട്. ആ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിന്റെ പേരാണ് പെപ്സിനോജൻ. പെപ്സിനോജൻ ഈസ് എ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പ്രസന്റ് ഇൻ ദി, നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ പറഞ്ഞു. ഇനി അടുത്ത പ്രോട്ടീൻ ഡൈജഷൻ ആണ്. പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈം ആണ് പെപ്സിനോജൻ. പെപ്സിനോജനും ഹൈഡ്രോക്ലോറിക് ആസിഡ് എൻസൈം അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പേര് പറയാത്തത്. ഈ പെപ്സിനോജൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആണ്. ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആക്റ്റീവ് ആയിട്ടുള്ള എൻസൈം ആവണമെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം. അതായത് പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പെപ്സിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് എൻസൈം ആണ്. പെപ്സിൻ എന്ന് പറയുന്നത് ആക്റ്റീവ് എൻസൈം ആണ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജൻ ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനാക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ നമുക്കിവിടെ നോക്കാം.
നമ്മുടെ peptic cells secrete inactive pepsinogen which is converted into pepsin in the presence of hydrochloric acid. Clear അല്ലേ? അപ്പോൾ പ്രോട്ടീൻ ഡൈജഷൻ തുടങ്ങുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ്. The stomach has greater number of glands along its inner wall. These glands secrete a digestive fluid called gastric juice, which contain two important substances, pepsinogen and hydrochloric acid. In the presence of hydrochloric acid, pepsinogen is converted into an enzyme pepsin, a protein digesting enzyme. The chemical change can be presented as follows: pepsinogen into pepsin. ഈ പെപ്സിൻ എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണല്ലേ. ഈ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് എന്താ ചെയ്യാൻ ചോദിച്ചാല് long protein molecules into shorter protein molecules called polypeptides. Another proteinase called trypsin present in pancreatic juice also changes proteins into polypeptides. Another protease, peptidases. Peptidases secreted by the pancreas and intestinal glands complete the digestion of proteins by changing the polypeptide into amino acid. അപ്പോൾ പ്രോട്ടീൻ ഡൈജഷൻ സഹായിക്കുന്ന എൻസൈംസ് എന്ന് പറയുന്നത് ഒന്ന് പെപ്സിൻ ആണ്. പെപ്സിൻ എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജൻ ആയിട്ടാണ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജനെ പെപ്സിൻ ആക്കുന്നത് HCl ആണ്. HClന് വേറെയും ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഒരു ഇറ്റ് പ്രൊവൈഡ് an acidic medium for the action of pepsin. പെപ്സിൻ ആക്ട് ചെയ്യണമെങ്കിൽ ഒരു അസിഡിക് മീഡിയം വേണം. ആ അസിഡിക് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നതും HCl ആണ്. HCl അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് പ്രോട്ടീൻ ഡൈജഷൻ ഇൻ ദ സ്റ്റൊമക്. ആരാക്കും? പ്രോട്ടീൻ ഡൈജഷനിൽ പെപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ആക്ട് ചെയ്യുന്നത്. ഈ പെപ്സിൻ ആണ് പ്രോട്ടീൻ മോളിക്യൂൾസിനെ പോളിപെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത്. മറ്റൊരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ട്രിപ്സിൻ. പെപ്സിൻ പോലെ ട്രിപ്സിൻ. പക്ഷെ ട്രിപ്സിൻ എവിടെയാ ഉള്ളത്? ട്രിപ്സിൻ ഉള്ളത് പാൻക്രിയാറ്റിക് ജ്യൂസിലാണ്. ട്രിപ്സിൻ മാത്രമല്ല, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, പ്രോ കാർബോക്സിപെപ്റ്റിഡേസ്, 3 ഇനാക്റ്റീവ് എൻസൈംസ് ആണ് ഉള്ളത്. ട്രിപ്സിൻ, TRYPSIN, കൈമോട്രിപ്സിൻ, CHYMOTRYPSIN, പ്രോ കാർബോക്സിപെപ്റ്റിഡേസ്. ഇത് 3ഉം പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ഇൻ ദ പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ഈ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ് ഇൻഡസ്റ്റൈനിലെ പ്രോട്ടീൻ ഡൈജഷൻ നടത്തുന്നത്. അപ്പൊ പ്രോട്ടീൻ ഡൈജഷൻ സഹായിക്കുന്ന എൻസൈംസ് ആരൊക്കെയാന്ന് ചോദിച്ചാല് നമുക്ക് പറയാം: 1 പെപ്സിൻ ഇൻ ദ സ്റ്റൊമക്, 2 ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, പ്രോ കാർബോക്സിപെപ്റ്റിഡേസ് ഇൻ ദി intestine or which is present in the pancreatic juice but its digestion is completed in intestine. Clear alle? The other protein digesting enzyme trypsin is also produced by the intestinal glands as inactive trypsinogen. It is changed to trypsin when it combines with enterokinase. അതായത് enterokinase of succus entericus, മുമ്പിലത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. enterokinase of succus entericus ആണ് ട്രിപ്സിനോജനെ ട്രിപ്സിൻ ആക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസിന് ട്രിപ്സിനോജൻ ഉണ്ട്, കൈമോട്രിപ്സിനോജൻ ഉണ്ട്, പ്രോ കാർബോക്സിപെപ്റ്റിഡേസ് ഉണ്ട്. അതില് ആദ്യം മാറേണ്ട ആള് ട്രിപ്സിനോജൻ ആണ്. ട്രിപ്സിനോജൻ ട്രിപ്സിൻ ആവണം. ഈ ട്രിപ്സിനോജനെ ആര് ട്രിപ്സിനാക്കും? എന്ററോകൈനേസ് ഓഫ് സക്കസ് എൻട്രിക്കസ്. സക്കസ് എൻട്രിക്കസിലെ എൻട്രോകൈനേസ് ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കും. അയാളാണ്, ഈ ട്രിപ്സിനാണ് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കുന്നത്, പ്രോ കാർബോക്സിപെപ്റ്റിഡേസിനെ കാർബോക്സിപെപ്റ്റിഡേസ് ആക്കുന്നത്. കൈമോട്രിപ്സിനോജനും ഇനാക്റ്റീവ് ആണ്, പ്രോ കാർബോക്സിപെപ്റ്റിഡേസും ഇനാക്റ്റീവ് ആണ്. കൈമോട്രിപ്സിന്റെ ആക്റ്റീവ് ഫോം ആണ്, കൈമോട്രിപ്സിനോജന്റെ ആക്റ്റീവ് ഫോം ആണ് കൈമോട്രിപ്സിൻ. പ്രോ കാർബോക്സിപെപ്റ്റിഡേസിന്റെ ആക്റ്റീവ് ഫോം ആണ് കാർബോക്സിപെപ്റ്റിഡേസ്. ഇത് രണ്ടും കൺവേർഷൻ ചെയ്യുന്നത് ട്രിപ്സിൻ ആണ് കേട്ടോ. It has been found that another protein is renin, RENNIN, milk protein ആണ്, milk protein digesting enzyme ആണ്, which is present in the stomach of infants. The renin curdles the milk in preparation for the action of other proteinases. In adults, pepsin performs the function of renin. അതായത് മിൽക്ക് പ്രോട്ടീൻ ആയ കേസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണ് ഇൻഫൻസിന്റെ സ്റ്റൊമക്കിൽ കാണുന്ന റെനിൻ. ആ പ്രോട്ടീൻ ഡൈജഷൻ സഹായിക്കുന്ന എൻസൈമുകളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്: പെപ്സിൻ, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, പ്രോ കാർബോക്സിപെപ്റ്റിഡേസ്, റെനിൻ. ഇനി കെമിക്കൽ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിന്റെ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഫാറ്റിന്റെ ഡൈജഷൻ, ഫാറ്റിനെ നമുക്കറിയാം. ഫാറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫാറ്റിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്താണെന്ന് അറിയാം. എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഫാറ്റ് മോളിക്യൂൾസിനെ ചെറിയ ഫാറ്റ് മോളിക്യൂൾസ് ആക്കുന്ന പ്രോസസ് ആണ് എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത്. ഈ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റിനെ സഹായിക്കുന്നത് ബൈലാണ്. ബൈൽ ആരാ സെക്രീറ്റ് ചെയ്യുന്ന? ലിവർ ആണ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലാണ് എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. The large digestive gland in the body, that is liver, it secretes a yellow green liquid known as
bile which is stored in the gallbladder. അത് നമുക്കറിയാം. Excess bile is stored in the gallbladder. The gallbladder releases the bile the moment the food is present in the duodenum. It empties the bile into the duodenum. It empties the bile into the duodenum by way of a fine tube or duct. Bile has no digestive enzymes. It changes fat into tiny droplets, something like the action of soap suds on oil. That is emulsion. അതുകൊണ്ടാണ് അതിനെ emulsification of fat എന്ന് പറയുന്നത്. Emulsification of fat is done by the bile juice, and bile contain different pigment, salts, etc. But bile does not contain any digestive enzyme. Bile digestive enzymes illa. Bile വലിയ ഫാറ്റിനെ ചെറിയ ഫാറ്റ് മോളിക്യൂൾസ് ആക്കുന്നേ ഉള്ളൂ. The enzyme lipase can act on fat better than they are in the form of with tiny droplets. അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ബൈൽ ചെയ്യുന്നത്. ഒന്ന്, ബൈൽ ചെയ്യുന്നത് എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണെങ്കിൽ, രണ്ട്, പാൻക്രിയാറ്റിക് ലിപ്പേസിന്റെ ആക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അതായത് എമൽസിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ട് പാൻക്രിയാറ്റിക് ലിപ്പേസിന്, പാൻക്രിയാസിനുള്ള ലിപ്പേസിന് നന്നായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഈ ടൈനി ഡ്രോപ്ലെറ്റ്സിലാണ് അത് പോസിബിൾ ആയിട്ടുള്ള. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ബൈല് ചെയ്യുന്നത്. ബൈലില് ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ല എന്ന കാര്യം ഓർത്തോളാം. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസ്. Pancreatic juice contains several enzymes. One of this is lipase, pancreatic lipase. One of the enzymes in intestinal juice also lipase. Thus, the body has three adaptations that ensure the digestion of fat. ഒന്ന്, bile. Bile എന്താ ചെയ്യുന്ന? Emulsification of fat. രണ്ട്, lipase in pancreatic juice. രണ്ട്, lipase in intestinal juice. In spite of these adaptations, it is not advisable, especially for elder people, to take in too much of fat. നമുക്കറിയാലോ അല്ലെ, നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല. ഫാറ്റ് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫാറ്റ് എന്ത് ചെയ്യും? ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ദോഷമാണ്. അത് ബ്ലഡ് വെസൽസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് നല്ലതല്ല. ഇനി നമുക്ക് അറിയാവുന്ന, അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഡൈജഷനായി, പ്രോട്ടീൻ ഡൈജഷനായി, ഫാറ്റ് ഡൈജഷനായി. ഇനി ഇവരെല്ലാരും കൂടെ വരുന്ന, എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, എല്ലാരും കൂടെ വരുന്നത് ഇൻഡസ്റ്റൈനിലാണ്. ഇൻഡസ്റ്റൈനില് ബൈല് വന്നു, പാൻക്രിയാറ്റിക് ജ്യൂസ് വന്നു. ഇനി അവിടെ ഇൻഡസ്റ്റൈനിൽ കുറച്ച് ആൾക്കാരുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാര്. ഇപ്പൊ ഡൈപെപ്റ്റൈഡ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ പെപ്റ്റൈഡിനെ മാറ്റാനായിട്ട്, അതിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് അമിനോ ആസിഡ്സ് ആക്കി മാറ്റാനായിട്ട് ഡൈപെപ്റ്റിഡേസസ് ഉണ്ടാവും. മാൾട്ടേസ് ഉണ്ടാവും, മാൾട്ടോസ് വന്നാൽ അതിനെ മാറ്റാനായിട്ട്. സൂക്രേസ് ഉണ്ടാവും, സൂക്രോസിനെ മാറ്റാനായിട്ട്. അതുപോലെ ന്യൂക്ലിയസസ് ഉണ്ടാവും, ന്യൂക്ലിയോസൈഡേസസ്. ഇവരൊക്കെ ഉണ്ട് ഇൻഡസ്ട്രിയൽ ജ്യൂസിൽ. അതായത് ഏറ്റവും ചെറിയ ആൾക്കാർ ന്യൂക്ലിയോസൈഡിൽ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയോസൈഡേസസ്, ന്യൂക്ലിയോടൈഡിൽ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡേസസ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ന്യൂക്ലിയോടൈഡിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ന്യൂക്ലിയോടൈഡിനകത്ത് ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും, ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടാവും, അതുപോലെ തന്നെ നൈട്രജൻ ബേസസും ഉണ്ടാവും. ഈ നൈട്രജൻ ബേസസും ഷുഗറും നൈട്രജൻ ബേസും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ ചേർന്നാലാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡിൽ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയോടൈഡേസസ്, ന്യൂക്ലിയോസൈഡിൽ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയോസൈഡേസസ്. അപ്പൊ ഇൻഡസ്ട്രിയലിൽ വരുമ്പോഴേക്കും ആരൊക്കെ കുറച്ചായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഏറ്റവും ചെറുതാക്കാവുന്ന ഡൈപെപ്റ്റിഡേസസ്, സൂക്രേസ്, മാൾട്ടേസ്, അതുപോലെ ന്യൂക്ലിയോടൈഡേസസ്, ന്യൂക്ലിയോസൈഡേസസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ ജ്യൂസിലുണ്ടാവും. ഈ ഇൻഡസ്ട്രിയൽ ജ്യൂസിലുള്ളത് ഇൻഡസ്ട്രൈൻ റിസീവ് ചെയ്യുന്ന ബൈലും ഇൻഡസ്ട്രൈൻ റിസീവ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും കൂടെയാണ് ഇൻഡസ്ട്രിയൽ ഡൈജഷൻ നടക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ പറഞ്ഞു, പ്രോട്ടീന്റെ ഡൈജഷൻ പറഞ്ഞു, ഫാറ്റിന്റെ ഡൈജഷൻ പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കഴിഞ്ഞു കഴിയുമ്പോൾ ഫുഡ് ഏറ്റവും ചെറിയ രൂപത്തിലായ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. ഫുഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ഓർ ലിംഫ്. ബ്ലഡിലോട്ടോ ലിംഫിലോട്ടോ ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഫുഡ് സ്റ്റഫ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബോഡി സ്റ്റഫ്. ഫുഡ് സ്റ്റഫിനെ ബോഡി സ്റ്റഫ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ്, ദാറ്റ് ഈസ് അസിമിലേഷൻ. ഏറ്റവും ലാസ്റ്റ് പ്രോസസ് ആണ് ഇജഷൻ. നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്ക്രീറ്ററി മെറ്റീരിയലിനെ, വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ് ആണ് ഇജഷൻ. അപ്പൊ ഇത്രയും പ്രോസസ് ആണ് ഡൈജഷൻ എന്ന പ്രോസസ് ഇതിനകത്ത് ഉള്ളത്. നമ്മള് ഡൈജസ്റ്റീവ് സിസ്റ്റം 8 സെഷനായിട്ടാണ് പഠിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്താണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്താണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതിനേക്കാൾ ഒരു പടി കൂടെ മുകളിലേക്കുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഒപ്പം പോവുക, ഒപ്പം വരിക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, കഴിയുന്നത്രയും അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ പോവുക. നമ്മൾ തുടങ്ങി വെച്ചാൽ മാത്രം പോരാ, അതിന്റെ ഒപ്പം തന്നെ കൂടെ പോയാലേ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം ശക്തിയായിട്ട് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത്രത്തോളം ശക്തിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് അത് വന്നു ചേരും.
അപ്പൊ എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.